അങ്ങനെ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡിയാണ്. കഴിക്കാൻ എല്ലാവരും വരും. ക്രിസ്മസ് സ്പെഷ്യൽ ഐറ്റമാണ്. ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ. ഫസ്റ്റ് തന്നെ എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ. ഇന്ന് നമ്മൾ ഒരു പുതിയ ക്രിസ്മസ് സ്പെഷ്യൽ ബീഫ് കറിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് കൂട്ടാക്കുക. പിന്നെ നമ്മൾ ലൈവിലൊക്കെ വരുമ്പോൾ വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ബാ. നമ്മൾ 1 കിലോ ബീഫ് മേടിച്ച്, 1/2 കിലോ ചുമന്നുള്ളി, തേങ്ങ, ആവശ്യത്തിനുള്ള പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ 1 പീസ് ഇഞ്ചി. 1 കിലോയ്ക്കുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങളാണ്. ഇതൊന്നും നമ്മൾ ചതയ്ക്കാൻ പോവുകയാണ്. ഇനി നമ്മളൊരു കുക്കർ എടുത്ത് കഴുകി ഞെക്കി പിഴിഞ്ഞ ബീഫ് അതിനകത്തിടുന്നുണ്ട്. അതിൻ്റെ വെള്ളം മൊത്തം കളഞ്ഞ് ഞെക്കി നല്ല പിഴിയണം. അപ്പം ബീഫ് കുട്ടന്മാരവിടെ കിടന്നൊന്ന് കളിക്കട്ടെ. എന്താ കളറ്, നെയ്യും എല്ലാം ഉണ്ട് ആവശ്യത്തിന്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ കുരുമുളക് പൊടി. കുക്കർ അടച്ച് വെച്ച് വിസിൽ ഇട്ട് ഒരു 7 വിസിൽ അടുപ്പിക്കുക. ഇനി അടുത്ത പരിപാടി, നമ്മളൊരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചു നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന തേങ്ങാ കഷ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു പകുതി മൂപ്പാവുമ്പോൾ നമുക്കതിൽ ചുമന്നുള്ളി ചേർക്കാം. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചുമന്നുള്ളി ചേർക്കാം. ചുമന്നുള്ളിയും സവാളയും കൂടെ മിക്സിഡാണ്. ചുവന്നുള്ളിക്കൊക്കെ ഭയങ്കര വിലയായതുകൊണ്ട് നമ്മൾ സവാളയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നല്ലോണം വഴറ്റിയെടുക്കണം. അപ്പോഴത്തേനും നമ്മുടെ കുക്കറിൽ കിടക്കുന്ന അവന്മാർ കിടന്ന് കരയുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ സംഭവങ്ങൾ വഴണ്ടിട്ടുണ്ട്, നല്ല വഴണ്ട്. അപ്പോൾ ഇനി അടുത്ത ഐറ്റം, ഇതിൽ കുറച്ച് മസാലകൾ ചേർക്കാനുണ്ട്. അത് നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി പേസ്റ്റാണ്. അതൊന്ന് ചതച്ചിട്ടേ ഉള്ളൂ, അത് ഇട്ടു. അവന്മാരെയും കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അവന്മാരെ പച്ച മണമൊക്കെ പോട്ടെ, ചെറുക്കന്മാരുടെ. ഇനിയും പരിപാടികൾ ഇങ്ങനെ കിടക്കുകയാണ് വരി വരിയായിട്ട്. അടുത്ത പരിപാടി എന്ന് വെച്ചാൽ മസാലകൾ ചേർക്കാൻ പോവുകയാണ്. മുളക് പൊടി ആവശ്യത്തിന്, മല്ലിപ്പൊടി. നേരത്തെ നമ്മൾ ബീഫിൽ ബാക്കിയൊക്കെ ചേർത്തിട്ടുണ്ടായിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മതി. ഇനി അവന്മാരെയും കൂടെ ഒന്ന് നമുക്ക് വഴറ്റി റെഡിയാക്കണം. വീണ്ടും നമ്മൾ ഇച്ചിരി കുരുമുളകും കൂടെ ചേർക്കും. മസാലപ്പൊടി, നമ്മൾ ബീഫിൻ്റെ മസാല ചേർത്തില്ലായിരുന്നല്ലോ, ഗരം മസാല. അത് പൊടിച്ചതാണ്, നമ്മൾ വീട്ടിൽ പൊടിച്ചതാണ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാവരും കൂടെ ഒന്ന് റെഡി ആവണം. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അത് നമ്മൾ കറിയിലോട്ട് തട്ടിക്കൊടുത്ത് മിക്സ് ചെയ്തതിലോട്ട് ഇനി കടുക് വറക്കാൻ പോവാണ്. കടുക് വറുക്കുന്നെന്നും പറയും, താളിക്കുന്നെന്നും പറയും. നമ്മളപ്പം താളിക്കാൻ പോവാണ്. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കടുകിട്ട് പൊട്ടിത്തുടങ്ങുന്നുണ്ട്. അവന്മാർ പൊട്ടുക പെട്ടെന്ന് തന്നെ അവന്മാർ
ധൃതി ഉമ്മർക്ക് ഇറച്ചിക്കകത്തോട്ട് ചെല്ലാൻ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉണങ്ങിയ മുളക്, ചുവന്നുള്ളി, ഇനി കറിവേപ്പിലൊക്കെയാണെങ്കിൽ നല്ല മണമാണ്. നമ്മളെ വീട്ടിൽ നിന്ന് പറിച്ച കറിവേപ്പില. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ആ ബീഫ് കുട്ടന്മാരെ ദേഹത്തോട്ട് എടുത്തങ്ങിട്ട് ഉമ്മരത് കണ്ടപ്പോഴത്തേനങ്ങ് സന്തോഷമായി. ഇനി നമ്മളതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ലൊരു കളറായി. എന്താ മണം, മൂക്കിലടിച്ച് കയറിയപ്പം പൊറോട്ടയും ബീഫ് കറിയും നല്ല കോമ്പിനേഷൻ അല്ലേ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ബീഫ് കറി. ക്രിസ്മസ് എങ്ങനെയാണ് അടിച്ച് പൊളിക്കുകയല്ലേ. ബീഫും കപ്പയും പിന്നെ ഒരു ബിയറും കൊണ്ടെങ്കിൽ പൊളിച്ചേനെ. അപ്പം എല്ലാവരും നമ്മളെ യൂട്യൂബിലുള്ള എല്ലാവരും പോരെ നമുക്ക് ബീഫും കൂട്ടി ഒരു പിടി പിടിക്കുന്നേ ആയിരിക്കുക. ഓക്കെ, എൻ്റെ ഹാർട്ട് തരണേ എല്ലാവരുടെയും.